പാകിസ്ഥാനിലേക്ക് നിരന്തരം പറന്നിറങ്ങി തുർക്കി സൈനിക വിമാനങ്ങൾ. എർദോഗാനും പാക് ഭരണകൂടവുമായി വഴിവിട്ട നീക്കമെന്ന് ഇന്ത്യ സംശയിച്ചത് വെറുതെയല്ല. ആയുധങ്ങളുമായിട്ടാണ് തുർക്കിയുടെ വിമാനങ്ങൾ എത്തിയത്. ഇന്ത്യക്കെതിരെ ഒരു രഹസ്യ പദ്ധതി റാവൽപിണ്ടി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇന്ത്യയെ ഉടൻ ആക്രമിക്കുമെന്ന് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകൾ അടിക്കടി വെല്ലുവിളിക്കുന്നുണ്ട്. ഇതുകൂടാതെ ബഹാവൽപൂരിൽ തിടുക്കപ്പെട്ട് ജയ്ഷെ ഭീകര കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം, സർവാധികാരം പിടിച്ചെടുത്ത് കരുത്തുകൂട്ടി അസീം മുനീർ. ഇപ്പോൾ തുർക്കിയിൽ നിന്ന് ആയുധങ്ങളും എത്തിച്ചിരിക്കുന്നു. ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ ഇന്റലിജൻസിന്റെ കണ്ടെത്തലും വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കറാച്ചി തീരത്ത് ആയുധങ്ങളുമായി തുർക്കിയുടെ കപ്പലെത്തിയിരുന്നു. അന്നേ തുർക്കിക്ക് ഇന്ത്യ വാണിംഗ് കൊടുത്തതാണ്. അന്ന് മാപ്പും പറഞ്ഞോടിയവന്മാർ വീണ്ടും ഇപ്പോൾ തലപൊക്കുന്നു. നിരന്തരം ഇന്ത്യയോട് ചൊരുക്ക് കാണിക്കുന്ന എർദോഗാന്റെ പത്തിക്കടിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യത്തിന് നേരെ വന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ആയുധങ്ങൾ കൊടുത്ത് ശത്രുക്കളെ ശക്തരാക്കുന്നവർക്ക് അതേ നാണയത്തിലായിരിക്കും മറുപടിയെന്നും എർദോഗാന്റെ വായടപ്പിച്ച് ജയശങ്കർ. ഭീകര രാജ്യങ്ങൾക്ക് കുഴലൂത്ത് നടത്തുന്ന തുർക്കിയുടെ തനിക്കൊണം UN-ൽ പൊളിച്ചെടുക്കാനും ഇന്ത്യയുടെ നീക്കം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പാകിസ്ഥാനിലേക്ക് തുർക്കിയുടെ സൈനിക ട്രാൻസ്പോർട്ട് വിമാനങ്ങളുടെ വരവിലുണ്ടായ അസാധാരണ വർധനവ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ വലിയ ചർച്ചയായിരുന്നു. ഓഗസ്റ്റ് 19-നും 21-നും ഇടയിൽ 60 മണിക്കൂറിനുള്ളിൽ C-130 ഹെർക്കുലീസ്, A-400M തുടങ്ങിയ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർഖാൻ, മസ്റൂർ, മുരീദ് തുടങ്ങിയ വ്യോമത്താവളങ്ങളിൽ വന്നിറങ്ങിയതായി ഓപ്പൺ സോഴ്സ് ഫ്ലൈറ്റ് ട്രാക്കറുകൾ വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 7-ന് പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച സംയുക്ത പ്രതിരോധ കരാറിന് തൊട്ടു പിന്നാലെയാണ് ഈ വിമാന നീക്കങ്ങൾ നടന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഈ കരാർ പ്രകാരം അംഗരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരെ ഉണ്ടാകുന്ന സായുധ ആക്രമണം 3 രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടും എന്നാണ്. ഈ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലേക്ക് എത്തിയ വിമാനങ്ങൾ എന്ത് തരത്തിലുള്ള സൈനിക സാധന സാമഗ്രികളാണ് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യക്ക് കിട്ടിയ രഹസ്യ വിവരങ്ങൾ അനുസരിച്ച് ഇത് ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. തുർക്കിയിൽ നിന്നുള്ള ഈ വിമാനങ്ങളിൽ ആളില്ലാ വിമാനങ്ങളും അത്യാധുനിക വ്യോമ പ്രതിരോധ ഉപകരണങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രതിരോധ വൃത്തങ്ങളുടെ അനുമാനം. അടുത്ത തലമുറ കാമിക്കാസെ, UAV K2, അസിസ്ഗാർഡ് സിസ്റ്റങ്ങൾ തുടങ്ങിയവ പാകിസ്ഥാനിലേക്ക് എത്തിച്ചേക്കും എന്നാണ് ഊഹാപോഹങ്ങൾ. കൂടാതെ HQ സീരീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു. തുർക്കിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ പാകിസ്ഥാന് കിട്ടുന്നത്. ഇന്ത്യക്ക് നേരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ പയറ്റുന്നത് ഡ്രോൺ നിരീക്ഷണമാണ്. റഡാറുകൾക്ക് പെട്ടെന്ന് ഇവ കണ്ടുപിടിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ ഭീകരരുടെ കൈകളിൽ നിരവധി ഡ്രോണുകളാണ് ഉള്ളത്. എന്നാൽ ഇതെവിടെ നിന്ന് ഭീകരരിലേക്ക് എത്തുന്നു എന്നുള്ളതൊരു ചോദ്യമായിരുന്നു. അതിന്റെ ഉത്തരമാണ് തുർക്കിയിൽ നിന്നാണ് എന്നുള്ളത്. എന്തായാലും അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ചതികളെ നേരിടാൻ തയ്യാറെടുത്ത് തന്നെ നിൽക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനെ നേരിടാൻ സൈന്യം തങ്ങളുടെ ആദ്യത്തെ പ്രത്യേക ഡ്രോൺ ബറ്റാലിയനായ ബാസ് ബറ്റാലിയൻ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജലന്ധർ ആസ്ഥാനമായുള്ള 11-ാം കോർപ്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റ് പഞ്ചാബിലെ അതീവ സുരക്ഷാ മേഖലകളായ അതിർത്തി നിരീക്ഷിക്കും. പരുന്ത് എന്നർത്ഥം വരുന്ന ബാസ് എന്ന പേര് ഈ യൂണിറ്റിന്റെ ലക്ഷ്യം കൃത്യതയോടെ നിരീക്ഷിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. ഇതിനു പുറമെ അശ്നി പ്ലാറ്റൂണുകളും ആർട്ടിലറി വിഭാഗത്തിൽ ദിവ്യാസ്ത്ര ബാറ്ററികളും ശക്തിബാൻ റെജിമെന്റുകൾ രൂപീകരിച്ച് ഡ്രോണുകളെ നേരിടാൻ സേന സർവ്വസജ്ജമാണ്. പാക് തുർക്കി ബന്ധം എല്ലാ കാലത്തും ദൃഢമാണ്. ഇന്ത്യ ഭയക്കേണ്ടതുമാണ് ഈ ബന്ധം. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അപലപിക്കാതെ പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയ അപൂർവം രാജ്യങ്ങളിലൊന്നായിരുന്നു തുർക്കി. ഇതിനിടയിൽ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാന്റെ നിർദ്ദേശപ്രകാരം തുർക്കി സൈനിക വിമാനവും ഒരു മുങ്ങിക്കപ്പലും പാകിസ്ഥാനിലെത്തുകയും ആയുധങ്ങൾ കൈമാറുകയും ചെയ്തത്. കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ചൈന പോലും കൈവിട്ട സാഹചര്യത്തിൽ പാകിസ്ഥാനെ തുർക്കി അന്ന് പിന്തുണച്ചിരുന്നു. തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണുള്ളത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഖിലാഫത്ത് മുന്നേറ്റ കാലത്ത് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ വലിയ സൈനിക സഹകരണത്തിലേക്ക് എത്തിയത്.
2003 അധികാരത്തിലെത്തിയ ശേഷം 10 തവണ പാകിസ്ഥാനിലെത്തി എർദോഗാൻ ഈ ബന്ധം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സൗദി, UAE അച്ചുതണ്ടിനെതിരെ ഖത്തറും തുർക്കിയും ഒരുക്കുന്ന സഖ്യത്തിൽ പാകിസ്ഥാനെയും കൂടെ നിർത്താനായിരുന്നു തുർക്കി ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. പാകിസ്ഥാന് പുറമെ ഗൾഫ് മേഖലയ്ക്ക് പുറത്തുള്ള മുസ്ലിം രാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്താനാണ് തുർക്കിയുടെ ശ്രമം. 2019 പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ കോലാലംപൂരിൽ ഉച്ചകോടി നടത്തിയിരുന്നു. മുസ്ലിം രാജ്യങ്ങളിലെ ബുദ്ധിജീവികളുടെ സമ്മേളനമെന്ന് വിശദീകരിച്ചെങ്കിലും സൗദി അറേബ്യക്കെതിരെയുള്ള സന്ദേശം എന്നായിരുന്നു അന്ന് ഇതിനെ വിലയിരുത്തപ്പെട്ടിരുന്നത്. സുന്നി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട തുർക്കിയും പാകിസ്ഥാനും അടുക്കുന്നതിൽ അത്ഭുതമില്ല എന്നും നിരീക്ഷകർ പറയുന്നു. അടുത്ത കാലത്തായി പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി. ചൈനയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനമാണ് തുർക്കിക്ക് ഇക്കാര്യത്തിലുള്ളത്. തുർക്കിയിൽ നിന്നും ബൈറക്തർ ഡ്രോണുകളും കെമാൻകസ് ക്രൂസ് മിസൈലുകളും പാകിസ്ഥാൻ വാങ്ങിയിരുന്നു. പാക്കുമായി ചേർന്ന് ഇന്ത്യക്ക് വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് തുർക്കി. പാകിസ്ഥാനിൽ നിന്ന് ഈ അടുത്ത കാലത്തായി ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ഉയർന്നു വരുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കനത്ത മറുപടിയാണ് ഇന്ത്യ കൊടുത്തത്. എന്നാൽ എന്നിട്ടും ഒതുങ്ങാതെ വീണ്ടും ഇന്ത്യക്ക് നേരെ തലപൊക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ തകർക്കുമെന്ന് നിരന്തരം പാക് ഭീകര ഗ്രൂപ്പുകളിൽ നിന്ന് അടുത്ത കാലത്തായി ഭീഷണി നിരന്തരം വരുന്നുണ്ട്. പാക് പട്ടാളം ആയുധങ്ങൾ സംഭരിച്ച് ആയുധപ്പുര നിറയ്ക്കുന്നു. ഇന്ത്യക്കെതിരെയുള്ള പാക് ഭീകര ആക്രമണങ്ങൾക്ക് ഫണ്ടിംഗ് പാകിസ്ഥാൻ പട്ടാളവും ചാര സംഘടന ISIയുമാണ്. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭീകര സംഘങ്ങൾ ഉപയോഗിച്ചത് സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന തോക്കുകളായിരുന്നു. പാകിസ്ഥാൻ പട്ടാളം തോക്കുകളും ഗ്രനേഡുകളും ഡ്രോണുകളും തുടങ്ങി വലിയ ആയുധ ശേഖരം ജയ്ഷെ, ലഷ്കർ ഭീകര ഗ്രൂപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ തുർക്കിയിൽ നിന്നും എത്തിച്ചിട്ടുള്ള ആയുധങ്ങളും ഭീകരരിലേക്ക് എത്തിയേക്കാം എന്ന് ഇന്ത്യ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിൽ അടിയേറ്റ് വീണ ജയ്ഷെ ഭീകരർ ബഹാവൽപൂരിൽ വീണ്ടും ശക്തരായി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ തകർക്കപ്പെട്ട പാകിസ്ഥാനിലെ ജയ്ഷെ മുഹമ്മദിന്റെ പ്രധാന കേന്ദ്രം അവർ വീണ്ടും പുനർനിർമ്മിച്ചിട്ടുണ്ട്. ബഹാവൽപൂരിലെ മർക്കസ് സുബ്ഹാൻ അല്ലാഹ് ആസ്ഥാനത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയായതായി ഇന്ത്യ ടുഡേ TVക്ക് ലഭിച്ച പുതിയ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. 2025 മെയ്യിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ വ്യാപകമായി തകർന്ന കെട്ടിടങ്ങളാണ് 15 മാസത്തിനിടെ വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുന്നത്. പുതിയ മാർബിൾ പതിക്കുകയും പെയിന്റും പ്ലാസ്റ്ററും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ തകർന്ന താഴികക്കുടങ്ങളും വീണ്ടും നിർമ്മിച്ചു. പ്രധാന ഹാളിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിന്റെ ആഘാതമായി ഉണ്ടായ കുഴികൾ നികത്തി കെട്ടിടം പുതുക്കി പണിതിട്ടുണ്ട്. ഇതോടെ ഇന്ത്യൻ ആക്രമണത്തിൽ കെട്ടിടത്തിനുണ്ടായ നാശനഷ്ടങ്ങളുടെ അടയാളങ്ങൾ പുറമേ നിന്ന് വലിയ തോതിൽ കാണാനാകാത്ത അവസ്ഥയിലാണ്. ഇത് മാത്രമല്ല, ഏറ്റവും വലിയ ആശങ്കയായി മാറിയിരിക്കുന്നത് ബഹാവൽപൂരിലെ ഈ കേന്ദ്രത്തിലേക്ക് വീണ്ടും ഭീകര ഗ്രൂപ്പുകൾ എത്തിയിട്ടുണ്ട്. അവർ പരിശീലനവും തുടങ്ങിയിരിക്കുകയാണ്. ജയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണത്തിനായി പാകിസ്ഥാൻ ഭരണകൂടം സാമ്പത്തിക സഹായം നൽകിയതായി രഹസ്യ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി ഏകദേശം 25 കോടി രൂപ ഇവർക്ക് കൈമാറി, അതായത് ജയ്ഷെ മുഹമ്മദിന് കൈമാറി എന്നാണ് വിവരങ്ങൾ. ഇതിൽ ഏകദേശം 11 കോടി പാകിസ്ഥാൻ രൂപ പ്രധാന ഹാൾ നിർമ്മിക്കാൻ മാത്രം ചെലവഴിച്ചതായും സൂചനയുണ്ട്. പ്രധാന സമുച്ചയത്തോട് ചേർന്നുണ്ടായിരുന്ന ചില കെട്ടിടങ്ങളും പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്തിട്ടുണ്ട്. ജയ്ഷെയുടെ മദ്രസ അൽസാബിർ സംഘടനയിലെ കമാൻഡർമാർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ തുടങ്ങിയവയാണ് നീക്കം ചെയ്തത്. ഇവിടങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ ഉയരുന്നതായും ദൃശ്യങ്ങളിൽ കാണാം. 2025 മെയ് 7-നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ കയറി അടിച്ചത്. 2025 ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇന്ത്യ ഈ തിരിച്ചടി നടത്തിയത്. ആക്രമണവുമായി ബന്ധപ്പെട്ട ഭീകര ശൃംഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം ഇന്ത്യ നടത്തി. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദിന്റെ മർക്കസ് സുബ്ഹാൻ അല്ലാഹ് കേന്ദ്രത്തിനും വലിയ നാശനഷ്ടം സംഭവിച്ചത്.